بسم الله الرحمن الرحيم ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അങ്ങേയറ്റം ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ച് എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നമ്മളെല്ലാവരും. മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം എന്ന നിലക്കും മുഅ്മിൻ എന്ന നിലക്കും കൂടുതൽ ഉത്തരവാദിത്തവും ജാഗ്രതയും ഉണ്ടാവേണ്ട ആളുകൾ കൂടിയാണ്. ആ ഉത്തരവാദിത്ത ബോധവും ജാഗ്രതയുമാണ് തഖ്വ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തഖ്വയുടെ ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് സ്വർഗം നേടാൻ നമുക്ക് സാധിക്കുക. എന്നോട് നിങ്ങളോടും ആത്മാർത്ഥമായി യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് പ്രത്യേകം ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സ്വയം ഒരാൾ നന്നാവുന്നതിലൂടെ അയാൾക്ക് അയാളുടെ ലോകത്ത് തന്നെ മാറ്റിപ്പണിയാൻ കഴിയും. പിന്നീട് അവന്റെ കുടുംബത്തെ, അവന്റെ കുട്ടികളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കുറെ പണം കിട്ടലൊന്നുമല്ല, മനസ്സ് നന്നായി കിട്ടുക എന്നതാണ്. പളുങ്കു പോലത്തെ നിഷ്കളങ്കമായ സലീമായ മനസ്സുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനസ്സമാധാനം ഉണ്ടാവാനും അത് ആവശ്യമാണ്, നന്നായി ഉറങ്ങാനും അത് ആവശ്യമാണ്, മനസ്സ് തുറന്ന് ചിരിക്കാൻ അത് ആവശ്യമാണ്, ജീവിതത്തിൽ ബന്ധങ്ങൾ നിലനിർത്താനും നേട്ടങ്ങൾ നേടാനും സ്വർഗം ലഭിക്കാനും ഈ ഒരു സലീമായ മനസ്സ് ആവശ്യമാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം, അദ്ദേഹം നല്ല കരുത്തുള്ളൊരു ഭരണാധികാരിയാണ്. വളരെ നന്നായി രാജ്യം ഭരിക്കുകയും അച്ചടക്കത്തിൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്ത ആൾ തന്നെയാണ്. അദ്ദേഹം ഒരു രാത്രി അദ്ദേഹത്തിന്റെ ഈ അനുഭവക്കുറിപ്പിൽ കുറിച്ചിട്ടുണ്ട്. ഉറങ്ങാൻ വേണ്ടി അദ്ദേഹം കുറേ പരിശ്രമിച്ചു. രാത്രിയാണ്. ആയത്തിൽ കുറിച്ച് ഓതി നെഞ്ഞത്തെ കൂതി നോക്കി, ഉറക്കം വരുന്നില്ല. ചിലപ്പോൾ കിടക്കും, ചിലപ്പോൾ കൂജയിൽ വെള്ളം എടുത്ത് കുടിക്കും, ചിലപ്പോൾ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ഇങ്ങനെ അദ്ദേഹം ചിലപ്പോഴൊക്കെ വരാന്തയിലേക്ക് ഇറങ്ങും. കൊട്ടാരത്തിന്റെ മുകൾ ഭാഗത്താണ് താമസം. എങ്ങനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കുറേ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം കാര്യങ്ങൾ അയാൾക്ക് ഉണ്ട്. രാജ്യവുമായി ബന്ധപ്പെട്ടതുണ്ട്, അയാളുടെ തന്നെ സ്വാധീനത്തിലുള്ള സമ്പത്തും അധികാരവും അതുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരുപാട് നേരം ഉറങ്ങാൻ കഴിയാതെ പുറത്തിരുന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ കൊട്ടാരത്തിന്റെ കവാടം തള്ളി തുറന്ന് ഒരു വൃദ്ധനായ മനുഷ്യൻ, നല്ല ഷർട്ട് പോലും അദ്ദേഹത്തിനില്ല, തുണി പോലും അടുക്കും ചിട്ടയിലും ഉടുത്തിട്ടില്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബാഗുണ്ട്. ആ കൊട്ടാരത്തിന്റെ വാതിൽ തുറന്ന് അദ്ദേഹം കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറി. ചുറ്റുഭാഗം നോക്കി. അപ്പുറത്ത് ഒരു മരത്തിന്റെ ചോട്ടിൽ പോയി അദ്ദേഹം അവിടെ ഇരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലെടുത്തുകൊണ്ട് അത് അവിടെ വെച്ച് തൻ്റെ ഈ ബാഗിൽ നിന്നും അല്ലെങ്കിൽ ഈ സഞ്ചിയിൽ നിന്നും തുറക്കാതെ അതിന്റെ പുറത്തൂടുള്ള ഓട്ടയിൽ നിന്നും പുറത്തേക്ക് ചെറിയൊരു പുതപ്പ് വലിച്ചൂരി കല്ല് തലയിണയാക്കി അദ്ദേഹം അവിടെ കിടന്നു. നിമിഷ നേരം കൊണ്ട് അദ്ദേഹം ഉറങ്ങുകയും ചെയ്തു. ഇബ്രാഹിമിന് അദ്ദേഹം വല്ലാതെ ആലോചിച്ച്, പടച്ചവനെ, ഞാൻ എത്ര സമയമായി ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കണം. ഒരു പൂമത്തയില്ല, ഒരു തലയിണയില്ല, ഒരു സൗകര്യമില്ലാത്തൊരു മനുഷ്യൻ എത്ര പെട്ടെന്നാണ് ഉറങ്ങിയത്. തൻ്റെ അനുചരന്മാരെ വിളിച്ചുകൊണ്ട് താഴെ കിടക്കുന്ന മനുഷ്യനെ
വിളിക്കാൻ ആവശ്യപ്പെട്ടു. അവിടെ ചെന്ന് അദ്ദേഹം അതിൻ്റെ ആളുകൾ ചെന്നിട്ട് ഇദ്ദേഹത്തെ പേടിപ്പിച്ചു. അങ്ങനെയാണല്ലോ, ആരെവിടെ എന്നൊക്കെയാണല്ലോ ചോദിക്കുക രാജാക്കന്മാരെ ശിങ്കരന്മാരാകുമ്പോൾ. അപ്പൊ ഇദ്ദേഹം ഞെട്ടി ഉണർന്ന് തൻ്റെ ഈ പുതപ്പും ബാഗും കൂടി കൂട്ടിപ്പിടിച്ചിട്ട് പിന്നെ എന്തറിഞ്ഞിട്ടാണ് ഇവിടെ കിടക്കുന്നത്? ആരാണ് താങ്കൾ? ഞാനൊരു വഴിയാത്രക്കാരനാണ്. ഇത് ഈ രാജാവിന്റെ കൊട്ടാരമാണല്ലോ. ഞാനതൊന്നും നോക്കിയിട്ടില്ല. ഉറക്കം വന്നപ്പോൾ ഒരു ഗേറ്റ് തുറന്ന് ഞാൻ അവിടെ വന്നു, തലയിണയാക്കി കിടന്നതേ ഉള്ളൂ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, രാജാവ് അന്വേഷിക്കുന്നുണ്ട്, മുകളിൽ ചെല്ലാൻ പറഞ്ഞു. വളരെ പേടിച്ച് മുകളിലേക്ക് കയറി വരാന്തയിലൂടെ ഇങ്ങനെ വന്നപ്പോൾ രാജാവ് എന്തറിഞ്ഞിട്ടാണ് ഇവിടെ കയറി കിടന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ യാത്രക്കാരനാണ്, വിശപ്പുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഉറക്കം വന്നപ്പോൾ കിട്ടിയൊരു ഗേറ്റ് തുറന്ന് കിടന്നേ ഉള്ളൂ. അങ്ങ് ക്ഷമിക്കണം, വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം, എന്നെ ശിക്ഷിക്കരുത്. അപ്പോൾ രാജാവ് അദ്ദേഹം അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയത്? ഞാൻ താങ്കളെ ശിക്ഷിക്കാൻ വേണ്ടി വിളിച്ചതല്ല. ഇത്ര പെട്ടെന്ന് ഉറങ്ങിയല്ലോ, ഒരു കല്ലിൽ തലയിണ വെച്ച് ഒന്നുമില്ലാത്ത താങ്കൾ ഉറങ്ങുന്നു. എല്ലാമുള്ള എനിക്ക് ഉറക്കം വരാതെ പ്രയാസപ്പെടുന്നു. അപ്പോ തല നിവർത്തിക്കൊണ്ട് ഇയാൾ പറഞ്ഞു, അങ്ങേക്ക് ഉള്ളതൊന്നും എനിക്കില്ല, പക്ഷെ എനിക്കുള്ള ഒന്ന് അങ്ങേക്കുമില്ല. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു ഖൽബുൻ സലീമുണ്ട്, നിഷ്കളങ്ക മനസ്സുണ്ട്. എനിക്കറിയാം ഈ ലോകത്തെ ജീവിതം അത് ശാശ്വതമല്ല എന്നും, എവിടെങ്കിലൊക്കെ കിട്ടുന്ന ഭക്ഷണം കഴിച്ചു പോകണം, എവിടെങ്കിലൊക്കെ കിടന്നുറങ്ങണം എന്നതിനപ്പുറം വലിയ കരുതലൊന്നുമില്ലാതെ ജീവിക്കുന്ന ഒരു ഫക്കീറായ മനുഷ്യനാണ് ഞാൻ എന്ന് അദ്ദേഹം പിന്നീട് ഈ തൻ്റെ സമ്പത്തൊക്കെ സ്വതക്ക നൽകുന്നതും ഈ ഒരു വൃദ്ധനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രചോദനം കൊണ്ടാണ് എന്നൊക്കെ അദ്ദേഹത്തിന്റെ കഥയിൽ അദ്ദേഹം ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ വളരെ ശരീരമൊക്കെ നന്നായി നോക്കുന്ന ആളുകളാണ് എല്ലാവരും. അതോടൊപ്പം നമ്മുടെ മനസ്സിനെ കുറിച്ചുള്ള ഒരു പഠനം, എന്താണ് എൻ്റെ മനസ്സിന്റെ പ്രശ്നം, എന്താണ് എനിക്കുള്ള നേട്ടം എന്താണ്, കോട്ടം എന്താണ് എന്ന് പഠിക്കുക. നിഷ്കളങ്കമാണോ എൻ്റെ മനസ്സ്? അള്ളാഹ് പറയുന്നത് നിങ്ങൾ സലീമായ മനസ്സ് കൊണ്ട് വരണം എന്നാണ്. സലീമായ മനസ്സാണോ എൻ്റേത്? എന്താണ് എൻ്റെ മനസ്സിന്റെ പ്രശ്നം? വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ ശരിക്കും മനസ്സിന് പിടികിട്ടാ പുള്ളിയാണ്, നമുക്ക് മനസ്സിലാവില്ല എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നുള്ളത്. ഖുർആനിൽ 130-ലധികം സ്ഥലങ്ങളിൽ മനസ്സുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളുണ്ട്. 130-ലധികം, നേർക്കുനേരെ തന്നെ 130ഓളം സ്ഥലങ്ങളിൽ ഖൽബ് എന്ന അർത്ഥം വരുന്ന മനസ്സ് എന്ന പദം അല്ലാഹു തആല ഉദ്ധരിച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആൻ നോക്കിയാൽ ഞാൻ ചില മനസ്സുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വലീദുൽ ഖൽബ്, കടുത്ത മനസ്സ്. ഇതിലേതെങ്കിലും നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. ഖൽബുൻ മുതകബ്ബിർ, അഹങ്കാരമുള്ള മനസ്സ്. ആസിമുൽ ഖൽബ്, കുറ്റം ചെയ്യാൻ എപ്പോഴും ഇങ്ങനെ തോന്നുന്ന മനസ്സ്. അഗ്ഫൽന ഖൽബ്, അശ്രദ്ധമായ മനസ്സ്, ഒരു കാര്യത്തിൽ ശ്രദ്ധ ഇല്ലാത്ത മനസ്സ്. ഖൽബുൻ മരീദ്, രോഗാതുരമായ മനസ്സ്. ഖൽബുൻ സൈഗ്, വക്രതയുള്ള മനസ്സ്. ഖൽബുൻ ഖാശിഅ, ഒരു ഭയപ്പാടുള്ള, അള്ളാഹുവിനെ കുറിച്ചൊക്കെ ഒരു ബോധ്യമുള്ള മനസ്സ്. ഖൽബു യഫ്ഖഹൂന ബിഹ, നന്നായി മനസ്സിലാക്കുന്ന മനസ്സും. ഖൽബു ലാ യഫ്ഖഹൂന ബിഹ, ഒന്നും മനസ്സിലാവാത്ത, എത്ര പറഞ്ഞാലും ഉള്ളു തട്ടാത്ത മനസ്സ്. എന്ത് കണ്ടാലും ഒരു നരകവും ഒരു അള്ളയും ഒരു പടച്ചവനും ഒരു പ്രശ്നമില്ലാത്ത ചില മനസ്സുകൾ. ഖൽബുൻ അഖ്ഫാൽ, അടഞ്ഞ മനസ്സ്. ഖസ്വത്തുൽ ഖൽബ്, കഠിനമായ മനസ്സ്. പിന്നെ ഖതമ അലാ ഖുലൂബിഹിം, സീൽ വെച്ച മനസ്സ്. തഅമലുൽ ഖുലൂബ്, കർമ്മം ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ക്രിയേറ്റിവിറ്റി വേണം എന്ന് ചിന്തിക്കുന്ന മനസ്സ്. അതേപോലെ തന്നെ യഹ്ദി ഖൽബ, ഹിദായത്തുള്ള മനസ്സ്. ശറഹു സ്വദർ, വിശാലതയുള്ള മനസ്സ്. ഖൽബുൻ മുത്മഇന്ന, ശാന്തിയുള്ള, സ്വസ്ഥതയുള്ള മനസ്സ്. തഖ്വൽ ഖുലൂബ്, ഭയഭക്തിയുള്ള മനസ്സ്. വജിലത്തുൽ ഖുലൂബ്, എന്താ പറയാ, പ്രകമ്പനം കൊള്ളുന്ന മനസ്സ്. അതേപോലെ തന്നെ റഅഫത്തുൽ ഖുലൂബ്, അനുകമ്പയുള്ള മനസ്സ്. ഈ അർത്ഥത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. കുറേ മനസ്സുകളെ കുറിച്ച്, വിശുദ്ധ റഹ്മത്തിനെ കുറിച്ച്, ഈലാഫില്ല മനസ്സ്, തൊഹൂറായ മനസ്സ്, ലയ്യിനായ മനസ്സ്, ധാരാളം പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആൻ. എന്ന് വെച്ചാൽ മനസ്സുമായി ബന്ധപ്പെട്ട ഒരു മനഃശാസ്ത്രം തന്നെ, ഒരു പഠനശാഖ തന്നെ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുന്നിടത്ത് അള്ളാഹു പറയുന്ന ഒരു കാര്യം തന്നെയുണ്ട്. അദ്ദേഹം ഒരു സലീമായ മനുഷ്യനായിരുന്നു, സലീമായ മനസ്സിന്റെ ഉടമയായിരുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് പാപങ്ങൾ നിറഞ്ഞ മനസ്സ്, മറുഭാഗത്ത് നന്മകളെ കുറിച്ച് ചിന്തിക്കുന്ന മനസ്സ്. ഞാൻ ഓതി വെച്ച ആയത്തുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം. ഒരു സമ്പത്തും ഒരു സൗകര്യങ്ങളും ഒന്നും ഉപകാരപ്പെടാത്ത ഒരു ലോകത്ത് അള്ളാഹുവിന്റെ അടുത്തേക്ക് സലീമായ മനസ്സ് കൊണ്ട് വരുന്നവൻ മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്.
അപ്പൊ നമ്മളെ മനസ്സിനെ കുറിച്ചുള്ള ഒരു പഠനം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം. എന്തെങ്കിലും പ്രശ്നമാണ്, എന്തുകൊണ്ടാണ് എനിക്കിതൊന്നും ഇത്ര ഗൗരവമായി തോന്നാത്തത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ അടുത്തേക്ക് വന്ന് ഇദ്ജാഅഹു റബ്ബുഹു ബിഖൽബിൻ സലീം, സലീമായ മനസ്സോടുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ റബ്ബിന്റെ അടുത്തേക്ക് ചെന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഇന്നത്തെ ഖുത്ബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രത്യേകമായി ഓർമ്മ. സ്വന്തം പഠിക്കുക, സ്വന്തം അതിനെക്കുറിച്ച് അന്വേഷിക്കുക. രണ്ടു തരം കർമ്മങ്ങളുണ്ടെന്നാ പറയണം. ഒന്ന് അഅ്മാലുൻ നഫ്സാണ്, മനസ്സിന്റെ കർമ്മങ്ങളാണ്. നിങ്ങൾ എല്ലാവരും ജുമഅക്ക് വന്നതാണ്. എന്തിനാ ജുമഅക്ക് വന്നത്? എന്താ അതുകൊണ്ട് കാര്യം? പോയിട്ടില്ലെങ്കിൽ ആരെങ്കിലും പറയും വിചാരിച്ചിട്ടോ? ജുമഅക്ക് വരെ പോകാത്തവരെന്ന് ആൾക്കാർ പറയുന്നു വിചാരിച്ചിട്ടാണോ? അല്ലെങ്കിൽ ജുമഅ കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? എന്താണ് ഉദ്ദേശിച്ചത്? എന്താണ് നിങ്ങളുടെ മനസ്സിന്റെ നിലപാട് എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരും അവനെല്ലാം പറയാൻ പറ്റുള്ളൂ. ഏതായാലും വെള്ളിയാഴ്ചയല്ലേ പോയി നോക്കുക എന്നാണോ? എന്താണ് ഉള്ളിലുള്ളത്? അപ്പൊ മനസ്സിന് ചില തേട്ടങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ അഅ്മാലുൽ ജസദ് ഉണ്ടാവും, ശരീരത്തിന്റെ കർമ്മങ്ങൾ. ഇപ്പൊ നമ്മുടെ പള്ളിയോടുള്ള നമ്മുടെ സമീപനം എന്താ? പള്ളിയിൽ ഇരിക്കുന്നതിന്റെ സമീപനം എന്താ? ബാങ്ക് ഫസ്റ്റ് തന്നെ ബാങ്ക് വെക്കുമ്പോൾ അവളെ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യങ്ങൾ എന്താ? എന്താണ് ഓടി വരുന്നത്? മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇശ ബാങ്ക് കൊടുക്കും. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താണ്? എന്തൊരു ബാങ്കാണ്, എത്ര നേരമാണ് ഈ ബാങ്ക്, പെട്ടെന്ന് ബാങ്ക്. ഈ അർത്ഥത്തില് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടി വരുന്ന ഖുർആനെ കുറിച്ച് പറയുമ്പോൾ, ഖുർആൻ ക്ലാസ്സിനെ പറ്റി പറയുമ്പോൾ, ഖുതുബകൾ കേൾക്കുമ്പോൾ, ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സ് എന്ത് പരിഗണനക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്? പുറത്തെന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. പുറത്ത് നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പെടുക്കുന്നുണ്ടാവും, നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും. മനസ്സിന്റെ തേട്ടം എന്താണ് എന്ന പരിശോധന. അല്ലാഹു യതവല്ല സറായിർ, രഹസ്യങ്ങൾ അറിയുന്ന അള്ളാഹു, മനസ്സിന്റെ തേട്ടം അറിയുന്ന അള്ളാഹു. നിങ്ങൾ ആലോചിച്ചു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും, അല്ലാഹു നിങ്ങളെ തടിയൊന്നും നോക്കൂല, നിങ്ങളെ ചൊറുക്കും നോക്കൂല, നിങ്ങളെ ഡ്രസ്സും നോക്കൂല, നിങ്ങളെ മറ്റു രൂപഭാവങ്ങളൊന്നും നോക്കൂല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, ഈ ചങ്ങയുടെ മനസ്സ് എങ്ങനെയുണ്ട്? സംഗതി എടുത്ത് കുറച്ച് വീഴ്ചയൊക്കെ പറ്റിയിട്ട്, പക്ഷെ അവന്റെ മനസ്സിൽ എന്താണ് എന്ന് അള്ളാഹു തആല പരിഗണിച്ച് ആ പരിഗണന അടിസ്ഥാനത്തിൽ അവന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നവരാണ് അള്ളാഹു. അതുകൊണ്ട് മനുഷ്യന്റെ അമല് സ്വാലിഹാത്താവണമെങ്കിൽ മനസ്സിന്റെ സമീപനവും നിലപാടും വളരെ പ്രധാനമാണ് എന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വിശുദ്ധ ഖുർആനിലും ഹദീസിലൊക്കെ ഇത്തരം ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അപ്പൊ പരലോകത്തെ വിചാരണയുമായി ബന്ധപ്പെട്ട് 3 ആളുകളെ ഹാജരാക്കുന്ന ഒരു സംഭവം ദീർഘമായ ഹദീസാണ്, ടെക്സ്റ്റ് പറയാൻ സമയമില്ല. അതിന് ഒന്നാമത് വരുന്നത് ഒരു ധർമ്മിഷ്ഠനായ മനുഷ്യനാണ്. ആര് കുടുങ്ങിയാലും സഹായിക്കുന്ന ഒരു മനുഷ്യൻ, അയൽപക്കക്കാരെ സഹായിക്കുന്ന, നാട്ടുകാരെ സഹായിക്കുന്ന, നല്ലവണ്ണം സമ്പത്തുള്ള ഒരു മനുഷ്യൻ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ അള്ളാഹ് ചോദിക്കത്ര ഇയാളോട്, മോനെ നീ എന്ത് ചെയ്തു എന്റെ മാർഗത്തിൽ? അപ്പൊ അയാൾ അഭിമാനത്തോട് പറയത്രേ, ഇന്നോട് ചോദിക്കണോ പടച്ചോനെ, ഞാൻ എത്രങ്ങാനും പൈസ സമ്പാദിച്ചു, എത്രങ്ങാനും ആളുകളെ സഹായിച്ചു, എത്രങ്ങാനും പള്ളികളെ സഹായിച്ചു, എത്രങ്ങാനും മദ്രസകളെ സഹായിച്ചു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ സ്വദാഖത്തല്ലേ. അപ്പൊ അള്ളാഹ് അവനോട് പറയത്രേ, മുഖം നോക്കാതെ പറയത്രേ, കദബ്ത, കള്ളനാണ്, തനി കള്ളനാണ്. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ചക്ക്. അപ്പൊ അള്ളാഹ് പറയുന്ന കാര്യം, നീ ആളുകൾ നിന്നെ കുറിച്ച് സ്വതക്ക ചെയ്യുന്നവനാണ്, ധർമ്മിഷ്ഠനാണെന്ന് മറ്റുള്ള നാട്ടുകാരൊക്കെ പറയണം, അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പേര് കിട്ടണം, കമ്മിറ്റിയിൽ ഉൾപ്പെടണം, ബോർഡിൽ സ്ഥാപിക്കുന്ന പേരിൽ ആദ്യം എന്റെ പേര് വരണം എന്നതൊക്കെയല്ലേ എന്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്റെ മനസ്സ് അവിടെ സലീമല്ല. അതുകൊണ്ട് നിനക്ക് വേണ്ടത് അവിടുന്ന് കിട്ടി, ഇവിടെ എനിക്ക് ഒന്നുമില്ല. രണ്ടാമത്തത് ഒരു പണ്ഡിതനെ വിളിക്കും, അറിവുള്ളൊരു പണ്ഡിതനെ വിളിക്കും, ചോദിക്കും അല്ലാഹു തആല, എന്താണ് നീ എന്റെ മാർഗത്തിൽ ചെയ്തത്? പഠിച്ചോളൂ, ഞാൻ നന്നായി പഠിച്ചു, നന്നായി പഠിപ്പിച്ചു, ഖുത്ബ പറഞ്ഞു, ക്ലാസ് എടുത്തു, ആളുകൾക്ക് ഉത്ബോധനം നൽകി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു എന്ന് ഈ മനുഷ്യൻ പറയുമ്പോ അയാളോട് അല്ലാഹു പറയും, കദബ്ത, കള്ളനാണ്, ഈ കള്ളനാണ്. ആളുകൾ എന്നെ പറ്റി നല്ലത് പറയണം, അറിവുള്ളവനാണെന്ന് പറയണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ ആളുകളൊക്കെ പറഞ്ഞു, ആളുകളൊക്കെ നന്നായി സംസാരിച്ചു. നീ എന്താണോ ആഗ്രഹിച്ചത് അത് എനിക്ക് അവിടെ കിട്ടി. ഇവിടെ എനിക്ക് ഒന്നുമില്ല, ഒന്നും പറയാനില്ല. ഏറ്റവും ദുഃഖകരമായ കാര്യം, മൂന്നാമത് രക്തസാക്ഷിയെ വിളിക്കും. കൈയും കാലും മുറിഞ്ഞ് കണ്ണും മുറിഞ്ഞ് രക്തമൊലിക്കുന്ന രക്തസാക്ഷി, താൻ എങ്ങനെയാണോ കൊല്ലപ്പെട്ടത് അങ്ങനെ തന്നെ ഹാജരാക്കപ്പെടുമ്പോ അവനോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം, നീ എന്ത് ചെയ്തു എന്റെ മാർഗത്തിൽ? തിരിച്ചയാൾ എന്താ ചോദിക്കണറിയോ? ഇന്നോട് ആ ചോദ്യം ചോദിക്കണോ? എന്നെ കാണുമ്പോ അറിയണില്ലേ? കണ്ടില്ലേ മുറിവേറ്റത്, രക്തമൊലിക്കുന്നത്, എന്റെ കോലം കണ്ടില്ലേ? അള്ളാഹ് പറയത്ര, കദബ്ത, കള്ളനാട്ടോ. ഞെട്ടിപ്പോവണം ഒപ്പുള്ള ആളുകൾ. തന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച ആളാന്ന് വിചാരിച്ചിട്ടാണ്. അതിന് അള്ളാഹ് പറഞ്ഞ മറുപടി, ആളുകൾ അവിടെ അങ്ങനെ യുദ്ധരംഗത്തേക്ക് ചാടി വീഴേണ്ട കാര്യമുണ്ടായിരുന്നില്ല.
ആളുകൾ നീ ഒരു ബഹദൂറാണ്, നല്ല ധൈര്യമുള്ളവനാണ്, നല്ല സ്ഥൈര്യമുള്ളവനാണ്, എല്ലാത്തിനും മുമ്പിൽ ഇറങ്ങാനാണ് എന്ന് ആളുകൾ പറയാൻ വേണ്ടിയല്ല നീ അത് ചെയ്തത്. ആളുകൾ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, എനിക്ക് വേണ്ടി അവിടെ സ്മാരകം വരെ പൊന്തി. നീ എന്താണോ ആഗ്രഹിച്ചത് അത് അവിടെ കിട്ടി, ഇവിടെ ഒന്നുമില്ല കേട്ടോ. വിശാലമായ ഹദീസാണ്. അപ്പൊ അവിടേക്ക് അള്ളാഹു തആല പരിഗണിച്ചിട്ടുള്ളത് ഈ മൂന്നാളുകളും ഇസ്ലാമിക ശരീഅത്തിൽ ഉന്നതമായ പദവിയും സ്ഥാനവും ലഭിക്കേണ്ടുന്ന, ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന, നമ്മൾ തന്നെയും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ പോലും മനസ്സിന്റെ തേട്ടം ശരിയല്ലാത്തത് കൊണ്ട്, കൽബുൻ സലീമല്ലാത്തത് കൊണ്ട്, സലീമായ മനസ്സിന്റെ ഉടമകളല്ലാത്തത് കൊണ്ട് അവരെ കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. ശരിക്കും നമ്മുടെ കർമ്മങ്ങളുടെ വിത്ത് എന്ന് പറയുന്നത് മനസ്സാണ്. അതിൽ നിന്ന് മുളച്ചു പൊന്തുന്ന, അല്ലെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന, എന്ത് ചെയ്യുകയാണെങ്കിലും ആത്മാർത്ഥമായും നിഷ്കളങ്കമായും ഇത് എന്തിനാണ് ഞാൻ ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ നിസ്കരിക്കണത്, എന്തിനാണ് ഞാൻ ജുമാക്ക് വന്നത്, എന്തിനാണ് ഞാൻ കുട്ടികളെ പോറ്റുന്നത്, എന്തിനാണ് ഖുർആൻ ഓതുന്നത്, ഇതൊക്കെ ഓരോരുത്തർക്കും ഒരു ധാരണ, ഒരു നല്ല ധാരണ ഉണ്ടാവുകയും റബ്ബിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന് മനസ്സ് നന്നാവുക വേണം. എത്രയോ നിസ്കരിച്ച് നോമ്പെടുത്ത ആൾക്കാർ മനസ്സിന്റെ വൈകല്യം കാരണം പിന്നീട് ശിക്ഷിക്കപ്പെട്ട സംഭവം ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. യുദ്ധത്തിൽ രക്തസാക്ഷിയായ ആളെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനൊന്നും പറയണ്ട, അതിന് പറ്റിയ മനസ്സൊന്നും അയാൾക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എപ്പോഴും നിങ്ങളെ മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൻ നിഫാഖ്, പടച്ചോൻ എൻ്റെ മനസ്സ് നീ നിഫാഖിൽ നിന്ന് ശുദ്ധമാക്കണമേ. മനസ്സിന്റെ ഇസ്തിഖാമത്ത്, അതിങ്ങനെ കോഴി അയലുമ കയറി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി, ചിലപ്പോൾ അതൊന്നും ചെയ്യണം, ചിലപ്പോൾ ഭയങ്കര നിസ്കാരം, ചിലപ്പോൾ അത് നിർത്തുന്നു, ചില ദിവസം ഖുർആനൊക്കെ തുടങ്ങി നിരന്തരമായി അട്ടിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇൻഖിലാബ് നടക്കുന്ന ഒരു പ്രതികരണമാണ് യഥാർത്ഥത്തിൽ മനസ്സിൻ്റെത്. അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്, എല്ലാ ദിവസവും പ്രവർത്തിച്ചൊരു പ്രാർത്ഥനയാണ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പടച്ചോൻ എൻ്റെ മനസ്സിനെ നീ ഉറപ്പിച്ചു നിർത്തുന്ന റബ്ബേ എന്നുള്ളത്. നാവിനെ കളവിൽ നിന്നും, അതേപോലെ തന്നെ കർമ്മങ്ങളെ റിയായിൽ നിന്നും, ലോകമാന്യത്തിൽ നിന്നും പടച്ചോനെ കാക്കണമെന്ന് നിരന്തരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ തൻ്റെ സ്വഹാബിമാരൊക്കെ അങ്ങനെയാണ് ഇസ്ലാം സ്വീകരിച്ചത്, ഇസ്ലാമിലേക്ക് വന്നത്, ഇസ്ലാമിനെ ഏറ്റെടുത്തത്. ആരെങ്കിലും എന്തൊരു താല്പര്യത്തിന് വേണ്ടി വന്നവരല്ല. അവരെ കുറിച്ച് റസൂലുള്ളാഹി മനസ്സിലാക്കിയതും പറഞ്ഞപ്പം അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പുറത്തോടെ നടന്നു പോകുമ്പോൾ ചൂണ്ടിക്കാണിച്ച് നബി പറയുന്നുണ്ട്, അബ്ദുല്ല കേട്ടോ മൂപ്പര് സ്വർഗത്തിലാണ്. അപ്പൊ കൂടെ ഇരിക്കുന്ന സ്വഹാബിമാരെ കുറിച്ച് പറയാതെ അയാളെ കുറിച്ച് പറഞ്ഞപ്പോ ഈ സ്വഹാബിമാരെല്ലാവരും മൂന്നാൾ അദ്ദേഹത്തെ ഫോളോ ചെയ്തെന്നാ പറയുന്നത്. അദ്ദേഹത്തെ ഫോളോ ചെയ്ത് എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത, സ്വർഗത്തിലാന്ന് നബി പറയാം, പിന്നെ അയാൾക്ക് എന്തിനു ചെയ്യണം ഇവിടെ. അപ്പൊ അയാളെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ അയാളും ഇവരും തമ്മിൽ കർമ്മരംഗത്ത് കാര്യമായ ഒരു വ്യത്യാസമല്ല. മാത്രമല്ല പ്രവാചകന്റെ സഹചാരികളായ സ്വഹാബിമാരെ അത്രത്തോളം നേരത്തെ എണീക്കണില്ല, അത്രയും തഹജ്ജുദില്ല, അത്രയും ദിക്റില്ല, അത്രയും ഖുർആൻ പറയണതൊന്നുമില്ല. എന്നിട്ട് ഇയാൾക്ക് എങ്ങനെ സ്വർഗം? നബിന്റെ അടുക്ക വന്ന് ചോദിച്ചപ്പോൾ നബി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല നബിനെ പറ്റി അങ്ങനെ പറഞ്ഞു. നിങ്ങൾ സ്വർഗത്തിലാന്ന് നബി പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഒരു കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട്, എന്താ അറിയോ, എൻ്റെ മനസ്സ് വളരെ ശുദ്ധമാണ്, ഞാൻ ആരെയും വെറുപ്പിക്കലില്ല, ഞാൻ ആരോടും തെറ്റലില്ല, ഞാൻ ആരോടും ശത്രുത ഉണ്ടാകലില്ല, ഇന്റെ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകും. നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. നമ്മുടെ മനസ്സിൽ ആളുകളോടുള്ള വിരോധമുണ്ടോ, ആളുകൾക്ക് വിരോധമുണ്ടോ, നമ്മളോട് വിരോധമുള്ളവരോട് തിരിച്ചുള്ള വിരോധം എന്താണ്? അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു മനുഷ്യൻ സ്വയം ഒരാൾ നന്നാവണമെങ്കിൽ അയാളെ മനസ്സിന്റെ ഉപ്പച്ചിക്ക് നല്ലൊരു മനസ്സാണ് എന്ന് മക്കൾക്ക് പറയാൻ പറ്റണം. എൻ്റെ ഭർത്താവിന് നല്ലൊരു എന്തൊക്കെ ആയിക്കോട്ടെ നല്ലൊരു മനസ്സാണ്, നമ്മളോടൊക്കെ ഒരു കാരുണ്യം, ഒരു അടുപ്പോ ഇഷ്ടമൊക്കെയാണ് എന്ന്, അല്ലെങ്കിൽ എൻ്റെ ഉമ്മച്ചിക്ക് നല്ലൊരു മനസ്സാണ് എന്ന് പറയാൻ പറ്റുന്ന മക്കൾ ഉണ്ടാവണമെങ്കിൽ ആ അർത്ഥത്തിലുള്ള മനസ്സിന്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം. റസൂലിന്റെ അടുക്ക വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബി നിങ്ങൾ പറഞ്ഞില്ലേ സ്വർഗത്തിൽ എന്ന് പറഞ്ഞ് മൂപ്പരെ കാണാൻ പോയിട്ടോ, മൂപ്പർ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യണില്ലല്ലോ, എന്താ പിന്നെ നബി അങ്ങനെ പറയാൻ കാരണം? പിന്നെ മൂപ്പരെന്താ മനസ്സ് നല്ല സൂപ്പറാണ്, നല്ല ശത്രുതല്ല. നബി പറഞ്ഞു അതന്നെ ഫദാലിക്, അതന്നെയാണ് മൂപ്പരുടെ പ്രത്യേകത. അപ്പൊ ഈ മനസ്സിനെ കൃത്യമായി ഇസ്ലാമിന്റെ ഭാഗത്ത്, ദീനിന്റെ ഭാഗത്ത്, ഈമാനിന്റെ ഭാഗത്ത് ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുക പുതിയ കാലത്തെ ഇസ്ലാമിക സമൂഹം ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിന്റെ സംസ്കരണം. മനസ്സ് എങ്ങനെയുണ്ട് നോക്കുക. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ്, ഇതിന്റെ പ്രതിഫലം എന്താണ്, അതിനെക്കുറിച്ച് ധാരണയോടുകൂടി നിർവഹിക്കാൻ നമുക്ക് സാധിക്കുക എന്നത് വളരെ വളരെ പ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സ് നന്നാവുന്നവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.